ഷൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം തിക്ക മസാലയാണ്. മഷ്റൂം തിക്ക മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത അതിനുശേഷം റോസ്റ്റ് ചെയ്തിട്ട് ഒരു സോസിയായുള്ള ഐറ്റമാണ് തിക്ക മസാല. നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് നല്ല ചെറിയ ബഡായിട്ടുള്ള മഷ്റൂംസ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രൈ ആക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉപ്പ്, മുളക്, ഗരം മസാല. ഇത് ചാറ്റ് മസാലയാണ്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചാറ്റ് മസാല ഉപയോഗിക്കും. ഒരു പീസ് ലെമൺ, കുറച്ച് മഞ്ഞൾ, ഇത് വറുത്ത കോൺഫ്ലോറാണ്, കുറച്ച് തൈര്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് കുറച്ച് ഉപ്പ്, അതിനുശേഷം ഒരു ടീസ്പൂണ് മുളക്, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, വലിയ എരിയില്ല, കുറച്ച് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് സ്വല്പം ഗരം മസാല, കുറച്ച് ചാറ്റ് മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 1.5 സ്പൂണ്, 1 സ്പൂണ് കോൺഫ്ലോർ, ഇത് നമ്മൾ വറുത്തതാണ്, പിന്നെ നമ്മൾ തൈര്, കുറച്ച് മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് കളറും കിട്ടും, പ്രത്യേക ഒരു ടേസ്റ്റും വരും. പിന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി മസാല അതിൽ പിടിപ്പിക്കണം. മഷ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. കുറച്ചിത് വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉപ്പ് ഉള്ള വെള്ളം, അത് ചെറിയ ഒരു സോൾട്ടി ആയിട്ടുള്ള വാട്ടർ അത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. നമ്മളത് വൃത്തിയായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മളൊന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. അടുത്തായിട്ട് നമ്മൾ മഷ്റൂം റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു തവ നമ്മൾ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി അതിനുശേഷം 2 സ്പൂണ് ഓയിൽ നമ്മളതിലേക്ക് ഒഴിക്കുക. 2 ചെറിയ പീസ് ബട്ടർ. ഇത് ഒന്ന് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് മഷ്റൂം ചെറുക്കെ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളമയമുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വരികയും നമ്മൾ കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്യാൻ. നമ്മളിതിനെ സാവധാനം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിക്കണം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് റോസ്റ്റ് ഓഫ് ചെയ്യാം. അടുത്ത മഷ്റൂമിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട്
അത് ചൂടാവാൻ അനുവദിക്കുക. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ജീരകം, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജീരകമാണ്. ആവശ്യത്തിന് ജീരകം ഇടുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1 ഗ്രീൻ ചില്ലി, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നല്ലതായിട്ട് ഇളക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, അതിനുശേഷം കുറച്ച് കാശ്മീർ ഇതിട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ഇത് നല്ലതായിട്ട് ഇളക്കുക. ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. പത്ത് മിനിറ്റ് നമ്മളതിനെ ഒന്ന് വേവാൻ അടച്ചു വെക്കണം. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കും. അടുത്തായിട്ട് നമ്മൾ മസാല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ആ ബാക്കിയ മസാല ഇത് നല്ലതായിട്ട് ചൂടാവാൻ അനുവദിക്കുക. നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക, നല്ലതായിട്ട് ഇളക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവാൻ അനുവദിക്കണം. നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. മഷ്റൂം തിക്ക മസാല റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. മഷ്റൂം തിക്ക മസാല റെഡിയാണ്. ഇത് ഏറ്റവും നല്ലത് നാനിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കുഴപ്പമില്ല. ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലൊക്കെ തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. സൈനിങ് ഓഫ്, അനൂസ് കിച്ചൺ.